പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതായി സൈന്യം. അനന്ത്നാഗ് ജില്ലയിലെ മലനിരയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം. പ്രദേശം വളയാനുള്ള നീക്കത്തിലാണ് സുരക്ഷാസേന. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടിയെ ഭയക്കുന്നുവെന്ന് പാകിസ്ഥാൻ. 36 മണിക്കൂറിനുള്ളിൽ ആക്രമണം പ്രതീക്ഷിക്കുന്നതായും പാക് ഇന്റലിജൻസ്. പാകിസ്ഥാനെതിരായ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ഇന്ന് നിർണായക മന്ത്രിസഭാ സമിതി യോഗങ്ങളും നടക്കും. അതിനിടെ പ്രശ്ന പരിഹാര ശ്രമങ്ങൾ തുടരുകയാണ് ഐക്യരാഷ്ട്രസഭ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും UN സെക്രട്ടറി ജനറൽ ഫോണിൽ വിളിച്ചു. വിവരങ്ങളുമായി ശരത് ലാലാണ് പഹൽഗാമിൽ നിന്ന് ചേരുന്നത്. ശരത് ലാൽ, ഇന്ന് നിർണായകമായ യോഗങ്ങൾ നടക്കാനിരിക്കുന്നു. ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത്? ഒപ്പം ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ അത് ഏത് വിധത്തിലാണ് നടക്കുന്നത്? ഭീകരരെ മാക്സിമം ജീവനോടെ തന്നെ പിടികൂടുക എന്നത് ഇന്ത്യയുടെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ അനന്തനാഗ് മലനിരകളിലും അടുത്തുള്ള കുൽഗാം ബ്രിഡ്ജിലാണ് തെരച്ചിലിൽ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ മലനിരകൾ വളരെ ചെങ്കുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരക്ഷാസേന ഈ മലനിരകൾ വളയാനുള്ള ഒരു നീക്കത്തിലാണ്. കാരണം മറുവശത്ത് പാകിസ്ഥാൻ POK ആണ്, മലനിരകളാണ് മഞ്ഞു മൂടിയ. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതായാലും ജീവനോടെ ആസിം മൂസയടക്കമുള്ള ജീവനോടെ ഭീകരവാദികളെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് പൂർണ്ണമായിട്ടും സുരക്ഷാ സേനക്കുള്ളത്. ഏതായാലും അതിലേക്ക് അവർ കയ്യെത്താൻ ദൂരത്തെത്തി എന്ന് വേണം പറയാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത്. ഒന്ന് മന്ത്രിസഭാ യോഗമാണ്. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായി നടക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ആർമിക്ക് പൂർണ്ണ ചുമതലയും സ്വാതന്ത്ര്യവും നൽകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഔദ്യോഗികമായിട്ട് കേന്ദ്ര മന്ത്രിസഭ ആർമിക്ക് എന്ത് നടപടികളും എടുക്കാനുള്ള അധികാരം നൽകും വ്യോമസേനക്കും ആർമിക്കും നാവികസേനക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ യുദ്ധപ്രഖ്യാപനം എന്ന് തന്നെ പറയാം. അത്തരമൊരു അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ അധികാരമാണ് ആർമിക്ക് നൽകുന്നത്, സൈന്യത്തിന് നൽകുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തെ ഭയത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത്. പാകിസ്ഥാന് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 24 മണിക്കൂർ മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും അതുപോലെ പാകിസ്ഥാൻ പട്ടാളവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്നനുസരിച്ചിട്ട് അതിർത്തിയിൽ 3 സ്ഥലങ്ങളിൽ വീണ്ടും പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവെക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകുന്നുമുണ്ട്. BSF അടക്കമുള്ള പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ BSനെ ഈ അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് മാറ്റി ഇന്ത്യൻ സൈന്യം തന്നെ അതിർത്തി പോസ്റ്റുകളെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതിർത്തിയിൽ സംഘർഷാവസ്ഥ തന്നെയാണ് ലക്ഷ്മി. അതുപോലെ തന്നെ ഇന്നലെ അടിയന്തരമായ ജമ്മു കാശ്മീർ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഈ ആർമിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും അതുപോലെ തീവ്രവാദത്തിന് നടക്കുന്ന നടപടികൾ ജമ്മു കാശ്മീരിനെ കൂടുതൽ ശക്തമായി ഇടപെടാനും ഈ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അതിർത്തിയിലെ സംഘർഷം കൂടി കണക്കിടുമ്പോൾ ജമ്മു കാശ്മീരിൽ മൊത്തത്തിലുള്ള ജനങ്ങളിൽ ഒരു യുദ്ധത്തിൻ്റെ ഭീതി പടർന്നിട്ടുണ്ട്. റോഡുകളിലും മറ്റുമൊക്കെ തന്നെ ഇതുതന്നെയാണ് പൂർണ്ണമായ സംസാരം. എപ്പോഴാണ് പാകിസ്ഥാനെ ആക്രമിക്കുക? ഈ രീതിയിലാണ് സാധാരണ ജനങ്ങൾ ഈ തവണ ആർമിയോടൊപ്പം സുരക്ഷാ സേനയോടൊപ്പം ആവേശത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടെ ശരത് ലാൽ, UN-ന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയാണെങ്കിലും കാര്യങ്ങൾ സമാധാനമായി പരിഹരിച്ച് മുന്നോട്ടു പോകണം ഇരു രാജ്യങ്ങളും എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇങ്ങനെ ഈ വിഷയത്തിൽ, പഹൽഗാം വിഷയത്തിൽ, ഇന്ത്യ പാക് വിഷയത്തിൽ ഉള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് ശരത്? അന്താരാഷ്ട്ര ഇടപെടൽ പ്രധാനമായും പാകിസ്ഥാനും ഇന്ത്യയും ഒരു യുദ്ധമുണ്ടാകുന്നതിന് എങ്ങനെയും ഒഴിവാക്കുക എന്ന നിലപാടാണ് UN-നുള്ളത്. കാരണം നിലവിൽ തന്നെ 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ തരത്തിലേക്ക് ഏഷ്യയിലേക്കാണ് യുദ്ധം വ്യാപിപ്പിക്കരുത് എന്നൊരു ഉദ്ദേശമാണ് സെക്രട്ടറി ജനറൽ ഉള്ളത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് ചർച്ചയ്ക്കും തയ്യാറാണ്. ഭീകരവാദത്തിൽ നിന്ന് പാകിസ്ഥാൻ പിറകോട്ട് പോകണം, ഭീകരവാദികളെ ഇന്ത്യക്ക് കൈമാറണം എന്നൊരു നിലപാടാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ഇത് തന്നെയാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി നാളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായിട്ടും അതുപോലെ പാകിസ്ഥാൻ
വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ ഇതുവരെ ഒരു തെളിവ് നൽകിയിട്ടില്ല, ഇന്ത്യയുടെ ആവശ്യം തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നാണ് UN-ൽ പാകിസ്ഥാൻ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ എത്രയോ തവണ ആവശ്യപ്പെട്ടതാണ് ലഷ്കർ-എ തോബയുടെ ലോഞ്ച് പാഡുകൾ ഒഴിവാക്കണം, പാകിസ്ഥാനിലെ ഭീകരവാദത്തെ പിന്തുണക്കുന്ന നിലപാട് ഒഴിവാക്കണം. പാകിസ്ഥാൻ ആർമി തന്നെ ഇപ്പോൾ പരസ്യമായി കാശ്മീരിന് വേണ്ടി രക്തം ചെയ്ത ആർമി തലവൻ തന്നെ പരസ്യമായി പറഞ്ഞ സാഹചര്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യ ചൂണ്ടിക്കാണുന്നത്. ഏതായാലും സംഘർഷം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇരു രാജ്യങ്ങളുടെയും മുകളിലുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് മുകളിലുണ്ട്. പക്ഷേ ഇന്ത്യ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വിവിധ നയതന്ത്ര പ്രതിനിധികളുമായി, എന്തിന് അഫ്ഗാൻ നയതന്ത്ര പ്രതിനിധിയോടൊപ്പം താലിബാനോട് പോലും ചർച്ച നടത്തി. തങ്ങളെ ആക്രമിക്കുന്നു, തങ്ങൾക്കെതിരെ പാകിസ്ഥാൻ പ്രോക്സി വാർ നടത്തുന്നു, നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടുന്നു, അതുപോലെ സൈന്യത്തിലെ ആൾക്കാരെ, പാരാമിലിറ്ററി കമാൻഡർമാരെ കടത്തിവിടുന്നു, അവർ അക്രമം നടത്തുന്നു, നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യ വിവിധ നയതന്ത്ര പ്രതിനിധികളെ അടക്കം നേരിട്ട് തെളിവോടുകൂടി അവരെ മുമ്പിൽ വെച്ചിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ UN ഇടപെടുന്നപ്പോൾ ഇന്ത്യ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ മന്ത്രിസഭ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ കണ്ടീഷനായിരിക്കും. എന്തൊക്കെയായിരിക്കണം? യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കണമെങ്കിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറണം, അതേപോലെ പാകിസ്ഥാൻ അക്രമം തടയാനുള്ള നടപടികളെടുക്കണം, ഈ POK അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോഞ്ച് പാഡുകൾ ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളായിരിക്കും ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ചർച്ച ചെയ്യപ്പെടുക. ഇത്തരമൊരു ആവശ്യമായിരിക്കും പാകിസ്ഥാന് മുമ്പിൽ ഇന്ത്യ വെക്കുക. ലക്ഷ്മി, ശരത് ലാലാണ് പഹൽഗാമിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.